എൻ്റെ ഈ മൂക്കിന് സൈഡിൽ വെച്ചിരിക്കുന്ന മഞ്ഞക്കുഴമ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തെ എത്ര വലിയ കാരയും പൂർണ്ണമായിട്ടും ഇളകി വീഴും. നിങ്ങളിത് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ഗ്ലാസ് പാല് കണ്ടോ? ഈ ഒരു ഗ്ലാസ് പാലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിന് മുകളിലുണ്ടാകുന്ന അല്ലെങ്കിൽ ചുണ്ടിന് താഴെ ഉണ്ടാകുന്ന കറുത്ത വെളുത്ത പാടുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ അര ഗ്ലാസ് പാലെന്ന് പറയുന്നത്. നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു പാലുണ്ടല്ലോ, ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. നമുക്ക് ഒരു സ്പൂണോളം അളവിൽ പഞ്ചസാര ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂണോളം കേട്ടോ, അത്ര മാത്രം മൈദ ഇത്ര എടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു 3 കൂട്ടം ഐറ്റങ്ങളുണ്ട്. കടലമാവ് വേണം, പിന്നെ വേണ്ടുന്നത് വെളിച്ചെണ്ണ വേണം, പിന്നെ കാപ്പിപ്പൊടി വേണം കേട്ടോ. കറക്റ്റ് 1 സ്പൂൺ അളവിൽ നമുക്ക് നമ്മുടെ ഒരു കടലമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രത്തോളം കാപ്പിപ്പൊടി ഇടുന്നുണ്ട്. നാടൻ വെളിച്ചെണ്ണ എടുക്കുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതുവരെ ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതൊരു തുള്ളി നമ്മുടെ മുഖത്തേക്ക് തൊട്ടാൽ മതി, എത്ര വലിയ കാര്യം ഇളകി പൊക്കോളും. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, ഒരു കാരണവശാലും എന്തെങ്കിലും സ്കിൻ അലർജി ഉള്ളവർ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കുറച്ച് സാധനം മാത്രം എടുത്തിട്ട് ഇതുപോലെ കുറച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കിന്നിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കി സ്കിന്നിന് മറ്റ് അലർജി ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മുഖത്ത് തേക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അലർജിക്കുള്ള കാരണമാവും. അപ്പോൾ അല്ലാത്തുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ചൂട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ചൂട് മാറിയിട്ട് നമുക്ക് കുറേശ്ശെ എടുത്ത് മുഖത്ത് പുരട്ടുക. മുഖത്ത് പുരട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഒരു ഭാഗത്തും നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഈ കീഴ്ഭാഗത്തുമായിട്ട് പുരട്ടി കഴിഞ്ഞാൽ എത്ര വലിയ കാര്യം നമുക്ക് മിനിറ്റുകൾ കൊണ്ട് ഇത് ഇളകി പോവും.